വേറിട്ടൊരു ചിന്താഗതിയിൽ പുള്ളിയുടേതായിട്ടുള്ള ഒരു ഡിസൈനിൽ പുള്ളി ഗസൽസ് കമ്പോസ് ചെയ്യാൻ തുടങ്ങിയതും അത് ആൻഡ് ഇറ്റ് ഗോട്ട് സോ ഫേമസ് ആൻഡ് പീപ്പിൾ സ്റ്റാർട്ട് ലവിങ് ഇറ്റ്. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ജീനിയസ് ഒരു ക്യാരക്ടർ, ഐ മീൻ പുള്ളിയുടെ ഒരു മ്യൂസിക്കാലിറ്റി തന്നെയാണ്. സെവന്റീസിലെ ആൾക്കാരൊക്കെ കോളേജില് ഈ മേധസാബിന്റെ ഗസൽസ് ആണ് പ്രണയിക്കാനും ഇനിയിപ്പോ അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വിഷമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എനിക്ക് ആളുകൾ കൂടുതലും ഈ ഗസലിനെ കൂട്ടുപിടിച്ചാണ് ഈ ഒരു സിറ്റുവേഷനെ അതിജീവിച്ചു. അത് വലിയ കാര്യമാണ്, ഹീലിംഗ് പ്രോസസ് ആണല്ലോ. दुखाने ले रंजिशी से आ फिर से मुझे छोड़ के जाने. മ്യൂസിക്കലി വിത്ത് സുജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വളരെ പ്രാവീണ്യം നേടുകയും അതേസമയം തന്നെ ഇതര സംഗീത രൂപങ്ങളിലൊക്കെ മികച്ച പെർഫോമൻസും വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത്. ശ്രീനാഥ്, വെൽക്കം ടു ഷോ. താങ്ക് യു. അപ്പോൾ നമ്മൾ ഒരു സംഗീതം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിലേക്ക് ഒരാളെ ആകർഷിക്കപ്പെടുക എന്നുള്ളത് തന്നെ അത് അയാൾക്കൊരു ഡീപ്പ് ഒരു കണക്ഷൻ വേണം, ഒരു ഇമോഷൻസിനോടും അല്ലെങ്കിൽ പ്രകൃതിയോടൊക്കെ ഒരു ഡീപ്പ് അറ്റാച്ച്മെന്റ് ഒക്കെ ഉള്ള ആളുകളാണ് പൊതുവെ എങ്ങനെ സംഗീതം ശ്രദ്ധിക്കുക, കേൾക്കുക ഒക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ഒരു സംഗീതജ്ഞനാവുക എന്ന് പറയുന്നത് അത് ഒരുപാട് ഘടകങ്ങൾ അതിൽ അലൈഡ് ആണ്. അപ്പം ആ ആൾക്ക് അത് ഫസ്റ്റ് അത് കൺസീവ് ചെയ്യണം, രണ്ടത് ഡെലിവർ ചെയ്യണം. അപ്പൊ ഇത്രയും അത് എല്ലാം ഇതിൻ്റെ ഒരു ആക്യുറസി ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് ശ്രീ ഒരു മ്യൂസിക്കിലേക്ക് വന്നത്? എങ്ങനെയാണ് ഇതിപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് ഫാമിലി തന്നെയാണ്. വീട്ടിലത്തെ മ്യൂസിക്കൽ എൻവയറമെന്റ് ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കിനായിട്ടും കേൾവിയും എല്ലാം. മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫാമിലിയാണ് നമ്മുടെ ഫസ്റ്റ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അച്ഛൻ മ്യൂസിഷ്യനാണ്, അച്ഛൻ വീട്ടിലെപ്പോഴും മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ജനിക്കുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു എൻവയറമെൻ്റ് ആണ് കണ്ടു വളർന്നത്. ചേച്ചി പാടും, അമ്മ പാടും, എല്ലാവരും പാടും. അപ്പോൾ ഡെഫിനറ്റ്ലി ഫാമിലിയാണ് ഫസ്റ്റ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മ്യൂസിക്കിലേക്ക്. പിന്നെ നമ്മൾ കാണുകയാണ് പ്രോഗ്രാംസ് നടക്കുന്നതും വീട്ടിൽ വേറെ സിംഗേഴ്സും മ്യൂസീഷ്യൻസൊക്കെ വരുന്നതും അച്ഛൻ വായിക്കുന്നത് കേൾക്കുന്നതും. അച്ഛൻ്റെ പേര് വേണുഗോപാൽ. അതെ അതെ. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്പോഷറാണ് നമുക്ക് ഏറ്റവും എൻ്റെ ഒരു ഫെയിൻ്റ് ഐഡിയയിൽ ചെറുപ്പത്തിൽ എനിക്ക് ഫസ്റ്റ് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒന്നും അന്ന് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, കുട്ടികളല്ല. അതെ അതെ. അപ്പോൾ പക്ഷെ ചേച്ചി പാടും എപ്പോഴും. അപ്പോൾ ഞങ്ങൾ കൽക്കട്ടയിലാണ് ജനിച്ച് വളർന്നത്, പ്രവാസി മലയാളികളാണ് ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ സാംസ്കാരിക രംഗത്ത് കുറേ പ്രോഗ്രാംസും അങ്ങനെ ഓരോരോ വേദികളും നമ്മളെ കൊണ്ടുപോകും ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ അവിടെ ഇത് കേട്ടിട്ടാണ് നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പോഷർ വരുന്നത്. പക്ഷെ ഒരു പ്രായം വരെ അങ്ങനെ ഞാൻ ആക്ച്വലി തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 7 or 8 വയസ്സിലാണ് അച്ഛൻ കീബോർഡ് പഠിക്കാനായിട്ട് കൊണ്ട് ചേർക്കുന്നത്. അതെ അതെ, കൽക്കട്ടയിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഇതിനോടുള്ള ഒരു പഠനം എന്നുള്ള രീതി. പക്ഷെ അന്നും എനിക്കത് സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റിനെ പോലെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഒന്നും അങ്ങനെ കാണാൻ തുടങ്ങിയിട്ടില്ല ആ ഒരു സമയത്ത്. വളരെ പിന്നെയാണ് അതിനോടൊരു പാഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം വരാൻ തുടങ്ങുന്നത്. അത് നമ്മൾ സ്കൂളിലൊക്കെ പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഈ ഒരു വശം, ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളൊരു വശം വരാൻ തുടങ്ങിയത്. അതുവരെ പഠിക്കുമായിരുന്നു, ക്ലാസ്സിന് പോകും, തിരിച്ചു വരും. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സീരിയസ്നെസ് ഒന്നും അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ല. അതെ, വീട്ടിൽ ഉണ്ടായിരുന്നു ഒരു പ്രഷർ അല്ല, അത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും പഠിത്തത്തിനോടാണ് കൂടുതൽ. ഓഫ് കോഴ്സ് എന്തായാലും അങ്ങനെയാണല്ലോ. അപ്പോൾ
സ്വന്തമായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് പിന്നെ തുടക്കം. പിന്നെ കോളേജിലും അഫ്കോഴ്സ് കോളേജിലാണ് നമ്മുടെ ഒരു വേദി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. അതെ. പക്ഷെ ഞങ്ങള് അവിടെ അല്ലാണ്ട് തന്നെ കൽക്കട്ടയിൽ പെർഫോം ചെയ്യായിരുന്നു അച്ഛന്റെ കൂടെ ഗാനമേളകൾക്കും അങ്ങനെയൊക്കെ. യെസ്, താങ്ക്സ് ടു യുവർ പാരന്റ്സ്. അപ്പം ചെറുപ്പത്തിലൊക്കെ അച്ഛനമ്മൊക്കെ പറഞ്ഞു തന്ന പാട്ടുകളൊക്കെ അല്ലെങ്കിൽ നമ്മൾ കേൾപ്പിക്കുന്ന കുറച്ച് പാട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ എന്റെ മോൻ ചെറിയ കുട്ടിയായിരിക്കുമ്പം അവനറിയില്ല, സംഗീതത്തെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ അറിയുന്ന പാട്ടുകൾ അല്ലെങ്കിൽ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവനെ കേൾപ്പിക്കാറുണ്ട്. അത് ഏതൊരു ജോണർ ആയിക്കോട്ടെ നമ്മളത് കേൾപ്പിക്കാറുണ്ട്. അപ്പോ അത് കേട്ടിട്ട് കുട്ടികൾ വരുമ്പം ഒരു ഇഷ്ടമൊക്കെ വരുമല്ലോ. അതുപോലെ ഇപ്പൊ ശ്രീ അങ്ങനെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള പാട്ടുകളുണ്ട്, അച്ഛനമ്മയ്ക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പാട്ടുകൾ? അത് അമ്മയാണ് എന്നെ പാട്ട് പഠിപ്പിക്കാറുണ്ടായിരുന്നത്. ഇപ്പൊ ചെറിയ വേദികളിലാണെങ്കിലും അവിടുത്തെ കൽക്കട്ട മലയാളി സമാജം അങ്ങനെ കുറച്ച് കോമ്പറ്റീഷൻസ് അവിടെ നടക്കുന്ന. അപ്പൊ അവിടെയൊക്കെ ദാസ് സാറിന്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ. ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകൾ അങ്ങനെ കേൾപ്പിക്കായിരുന്നു, പഠിപ്പിക്കുന്നു. മലയാളം അപ്പൊ ചെറുപ്പത്തിൽ തന്നെ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചു. അതെ. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അമ്മയച്ഛനും. അതെ. അപ്പൊ അതേപോലെ തന്നെ പാട്ടുകളും കേൾപ്പിക്കാൻ തുടങ്ങി. അച്ഛന്റെ ത്രൂ ആണെങ്കിൽ അവിടെ ഓൾറെഡി അച്ഛനാണ് അവിടുത്തെ മേജർലി എല്ലാ ലൈക് സംഗീതപരമായിട്ടുള്ള എല്ലാ പരിപാടികളും അച്ഛന്റെ നേതൃത്വത്തിലാണ് നടക്കാറ്. അച്ഛനാണ് വായിക്കലും ട്രെയിൻ ചെയ്യലും സിംഗേഴ്സിനെ തിരഞ്ഞെടുക്കലും അവിടുത്തെ എല്ലാ പ്രോഗ്രാംസിനും, ഓണം വിഷു എല്ലാം. അപ്പോ റിഹേഴ്സൽസ് വീട്ടിൽ നടക്കുന്നു. അപ്പൊ നമ്മൾ ഓരോ തരം പാട്ടുകൾ അന്ന് തന്നെ കേൾക്കാൻ തുടങ്ങി. അതെ. യെസ്. അതല്ലാണ്ട് എനിക്ക് പാടാനായിട്ട് അമ്മ പഠിപ്പിച്ചു തരും. അമ്മ ഓരോ പാട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇത് കേട്ടു പോകും. അങ്ങനെ ഓർമ്മയിലുള്ള ചെറുപ്പത്തിലുള്ള എനിക്ക് വോയിസ് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറ്റുന്ന പോലെ പാടാം. ഞാന് കുറച്ച് ഡിവോഷണൽ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ഒത്തിരി നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഡിവോഷണൽ ആയിട്ടുള്ള കുറച്ച് പാട്ടുകളും അന്ന് പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. ഇതൊക്കെ പാടിയിട്ടുണ്ട്. നമ്മള് ഏതൊരു പ്രായത്തിലാ ട്രെയിനിങ് ഒക്കെ? ഒരു സൗത്ത് ഇന്ത്യൻ ആണ്, പക്ഷെ ഹിന്ദുസ്ഥാനിലാണ് ട്രെയിനിങ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു 11 വയസ്സോ 12 വയസ്സുള്ളപ്പോഴാണ് ശ്രീമതി ലീന മുഖർജി എന്ന് പറഞ്ഞ ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആയിരുന്നു. മാം ഇപ്പൊ ഇല്ല ഞങ്ങളുടെ കൂടെ. അപ്പോ മാമിന്റെ അടുത്താണ് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ വിടുന്നത് അച്ഛനും അമ്മയും. അത് കൽക്കട്ടയിൽ. അതെ. അതിന് മുമ്പ് ഞാൻ കുറച്ച് നാള് കർണാട്ടിക് ക്ലാസ്സസിന് പോയിരുന്നു. അത് 1-2 ക്ലാസ്സസ് അവിടെ ഒരു സാർ പഠിപ്പിച്ചിരുന്നു. പക്ഷെ എന്റെ ചേച്ചിയാണ് കൂടുതലും കർണാട്ടിക് ഒരു 6-7 ഇയേഴ്സ് നല്ലോണം പഠിച്ചു. പിന്നെ ഹിന്ദുസ്ഥാനിയിലേക്ക് മാറി. പക്ഷെ ഞാൻ അധികം കർണാട്ടിക് പഠിച്ചിട്ടില്ല. ജസ്റ്റ് 1-2 ക്ലാസ്സോ 4-5 ക്ലാസ്സോ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ലീന ആന്റിയുടെ അടുത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി, ഹിന്ദുസ്ഥാനി പഠിക്കാൻ തുടങ്ങി. അതൊരു 12 കൊല്ലത്തോളം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 2014 മാം ഞങ്ങളെ വിട്ടു പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2015 മുതൽ ശ്രീ ശീർഷേന്ദു മുഖർജി എന്ന് പറഞ്ഞ എൻ്റെ ഗുരുജിയുടെ അടുത്താണ് ഇപ്പോഴും പഠിച്ചു വരുന്നത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. കർണാട്ടിക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് കുറെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒരു കർണാട്ടിക് എന്നെടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മള് കീർത്തനങ്ങള്, കൃതികള്, എന്താ പറയാ, ജാവലി, തില്ലാനാസ്, അല്ലെങ്കിൽ തരംഗം, ഇങ്ങനെ കുറെ. നമ്മളൊരു കോൺസെർട്ട് ചെയ്യുവാണെങ്കിലും ഇതിന്റെ ഒരു അലൈൻമെന്റ് ആയിരിക്കും മൊത്തത്തിൽ ഉണ്ടാവുക. ഇപ്പോ ഹിന്ദുസ്ഥാനിയിൽ നമ്മൾ പറയുമ്പോൾ കുറെ മ്യൂസിക്കൽ ഫോംസ് ആയിട്ടാ പറയാ. അതായത് ഖയാൽ, ഘരാന, ഇതൊക്കെ ഒരു സിംഗിങ് മെത്തേഡുകളാണോ? അല്ല, ഇതെങ്ങനെയാണ്? ടൈപ്പ് ഓഫ് കോമ്പോസിഷൻ. ഹിന്ദുസ്ഥാനി വോക്കൽ മ്യൂസിക്കിന്റെ ഒരു റെപ്പർട്ടോർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വരുന്നത് മെയിൻ ആയിട്ട് പാടുന്നത് ഖയാലാണ്. ഖയാൽ മ്യൂസിക് ആണ്. അതെ, ഖയാലാണ്. ഒരു രാഗത്തിന്റെ ഖയാൽ എന്ന് പറഞ്ഞ ഖയാൽ മീൻസ് ദ വേർഡ് മീൻസ് ഇമാജിനേഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതിന്റെ ഖയാലിൽ വരുന്നത് വിലംബിത് ഖയാൽ വരും, മധ്യലയ വരും, മധ്യലയ കോമ്പോസിഷൻ. വിലംബിത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള കോമ്പോസിഷൻ. മധ്യലയ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ മീഡിയം ടെമ്പോയില് വേറെ കോമ്പോസിഷൻ ടൈപ്പ് തന്നെയാണ്.
പിന്നെ വരുന്നത് ദ്രുത് കോമ്പോസിഷൻ ആണ്, ദ്രുത് ഖയാൽ എന്ന് പറയും, ഫാസ്റ്റ് ഫാസ്റ്റ്. അതെ, ഇതാണ് ഒരു മെയിൻ സ്ട്രക്ചർ. ഇതാണ് ആദ്യം പാടുക, ഏതൊരു പെർഫോമൻസിനും ഇതാണ് പാടുക. ഏതെങ്കിലും ഒരു രാഗത്തിന്റെ മെയിൻ ഖയാലാണ് ആദ്യം പാടുക. ഖയാൽ പെർഫോമൻസ് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റർ ഫോംസ് പാടും, ലൈറ്റ് ക്ലാസിക്കൽ മ്യൂസിക്. ഫോർ എക്സാമ്പിൾ ടുംറി അല്ലെങ്കിൽ ദാദ്ര. അതെ, ടുംറി ലൈറ്റ് ആണ്. അപ്പോൾ അത് സെക്കൻഡ് ഹാഫ് ഓഫ് ദ പെർഫോമൻസ്, അല്ലെങ്കിൽ ആസ് ദേ വിഷ്, ആസ് ദ വോക്കലിസ്റ്റ് പ്രിഫേഴ്സ് ടു സിംഗ്. സോ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. പക്ഷെ മെയിൻ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖയാലിനെ കുറിച്ചാണ്. അതെ, അതെ. നമ്മൾക്ക് എപ്പോഴും എന്താ പറയാ കേട്ട് പരിചയമുള്ള ഭീംസൻ ജോഷി, റഷീദ് ഖാൻ, അങ്ങനെ കുറച്ച് പേരുകൾ നമ്മൾ കേൾക്കുന്നവരുടെ മ്യൂസിക് കേൾക്കുന്നുള്ളതിന് അപ്പുറം അത് ധാരാളം കേൾക്കും, നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റാറുണ്ട്. അല്ലെങ്കിൽ ഇൻ എ വേ അത് നമ്മൾക്ക് ഒരു ഹീലിംഗ് പ്രോസസ്സ് ഭയങ്കരമായി നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോ ഒരു അങ്ങനെ പഠിച്ച് ഒരു ഇഷ്ടമുള്ള ഒരു ക്ലാസിക്കൽ ഒരു എല്ലാവർക്കും അറിയുന്ന ഇപ്പം മ്യൂസിക്കിന് നമ്മൾ പറയുന്നത് എന്താ പറയാ, മ്യൂസിക് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷൻ തന്നെയാണ്. അങ്ങനെ തന്നെ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോ ശ്രീനെ സംബന്ധിച്ച് ഒരു ഹിന്ദുസ്ഥാനി വോക്കലിസ്റ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം മറ്റ് ഇപ്പൊ കീബോർഡ് ചെയ്യാറുണ്ട്, പല ജോണർ ഓഫ് മ്യൂസിക് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട്, അത് കൈകാര്യം ചെയ്യാറുണ്ട്. ഇതിന്റെ പ്രാക്ടീസും ഇതിന്റെ കൺസീവ് ചെയ്യുന്ന വേയും ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ ഇതെങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ? ഇതിന് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് മ്യൂസിക് ആസ് എ ഹോൾ നമ്മുടെ പാഷനാണ് ഇതിനെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനോടുള്ള ഒരു ക്രേസ്, ഒരു ഹങ്കർ, ഇതിനെക്കുറിച്ച് അറിയാനും അത് ഡെഫിനറ്റ്ലി എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് മേ ബി എൻ്റെ പേരൻസ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വളർന്ന സാഹചര്യം, ഡെഫിനറ്റ്ലി എൻവയറമെന്റ് ആയിരിക്കാം, എൻ്റെ ഫ്രണ്ട് സർക്കിൾ ആയിരിക്കാം, നമ്മൾ സ്കൂളിൽ കാണുന്ന മിക്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, കോളേജിൽ മിക്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അതന്നെയാണ് എൻ്റെ ഒരു ബേസിസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നല്ല മ്യൂസിക് കേൾക്കാനുള്ള അവസരം ഉണ്ടായി, അതിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ളൊരു സാഹചര്യം കിട്ടി എന്തോ ഭാഗ്യം കൊണ്ട്. പിന്നെയാണ് നമ്മുടെ ലിസണിങ് തുടങ്ങുന്നത്. അപ്പോൾ ചെറുപ്പം തൊട്ട് നമ്മുടെ ലിസണിങ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ മ്യൂസിക്കിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ക്ലാസിക്കൽ മ്യൂസിക്കിനോട് ഒരു ഇൻട്രസ്റ്റ് ആദ്യം വരാൻ തുടങ്ങിയതും അതിനോടൊപ്പം അതിൻ്റെ പഠിത്തം നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കീബോർഡ്സ് ഞാൻ പഠിക്കാൻ തുടങ്ങിയിരുന്നു വളരെ ചെറുപ്രായത്തിൽ തന്നെ. വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഡെഫിനറ്റ്ലി അത് പഠിക്കണ കാരണം നമ്മളത് കേൾക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടായി, ടാലന്റഡ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് മ്യൂസിക് ഫ്രണ്ട്സ് ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത്. കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ വേൾഡ് മ്യൂസിക്കിനെ കുറിച്ച് അറിയുന്നതും ഓരോ വേറെ ജോണേഴ്സിനെ കുറിച്ച് അറിയുന്നതും ബാൻഡ്സിനെ കുറിച്ച് അറിയുന്നതും. അങ്ങനെ ഓരോരോ തലത്തിലേക്ക് നമ്മുടെ കേൾവിയാണ് ഇതിന്റെ മെയിൻ ഒരു ഡ്രൈവർ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അട്രാക്ഷൻ വരാൻ തുടങ്ങുന്നതും നമ്മൾ ചൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്ക് ഇത്തരം സൗണ്ടിങ് അല്ലെങ്കിൽ ഇത്തരം കൈൻഡ് ഓഫ് മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ബോധം വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അതിനെ ഇൻ പ്രാക്ടീസ് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അത് നമ്മളെങ്ങനെ കൺസീവ് ചെയ്തിട്ട് നമ്മൾ അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം. അങ്ങനെയാണ് എക്സ്പെരിമെന്റേഷൻ തുടങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ സ്വയം ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് തരുന്നതല്ല. നമ്മുടെ ലിസണിങ് എക്സ്പീരിയൻസും നമ്മൾ കാണുന്ന പെർഫോമൻസസും നമ്മൾ ആരാധിക്കുന്ന മ്യൂസിഷ്യൻസിന്റെ മ്യൂസിക്കുമാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് ബേസിക്കലി. ഇപ്പോ ശരിക്കും ഒരു വോക്കലിസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, എനിക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ
സംഗതീസ് ഒക്കെ എനിക്ക് വരും, യാ യാ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് എനിക്ക് പോസിബിൾ അല്ല എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ നമ്മളെ തന്നെ ഒന്ന് ഫ്രെയിം അതെ ചെയ്യുന്ന ഒരു അതെ സിറ്റുവേഷൻ അതെ ഉണ്ടല്ലോ. അതെ അതെ അതിനുശേഷമായിരിക്കും എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഏർജ് ഭയങ്കരമായിട്ട് പിന്നെയായിരിക്കും ആബ്സല്യൂട്ട്ലി അതെ അതെ യെസ് കൂടിത്തുടങ്ങുന്നത്. യെസ് യെസ് അത് ഇതന്നെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കുറച്ച് മ്യൂസീഷ്യൻസ് ഉണ്ടാവുമല്ലോ ഓക്കെ. ചെറുപ്പം തൊട്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അവരുടെ ഒരു ഐഡന്റിറ്റി നമ്മൾ ആദ്യം വാച്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കോപ്പി ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കില്ല. പക്ഷെ ആ ഇൻസ്പിറേഷനിൽ നമ്മളെങ്ങനെ നമ്മുടേതായിട്ടുള്ള ഒരു മ്യൂസിക്കൽ എക്സ്പ്രഷൻ നമുക്ക് കാർവ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ തുടങ്ങും. മനസ്സിലാക്കണം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഗുരു തന്നെയാണ്. ഗുരുവും പിന്നെ അതന്നെ നമ്മുടെ കേൾവിയും എന്ന് പറയാം വേണമെങ്കിൽ. അല്ല, നമ്മൾക്കുണ്ടല്ലോ നമ്മളുടെ ഒരു ത്രോട്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അതെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ യെസ് ഉണ്ടല്ലോ, യെസ് യെസ് എത്ര ഡെഫിനറ്റ്ലി ഹയർ ഒക്ടേവിലേക്ക് എത്ര അതെ ലോവർ അതെ പോകാൻ പറ്റും എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ഡെഫിനറ്റ്ലി ഫാക്ടറാണ്. അത് പഠനത്തിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മുടെ പ്രാക്ടീസ് എല്ലാവർക്കും അറിയാം. പ്രാക്ടീസ് ഇസ് ദി മെയിൻ കീ ടു അതെ. എവറിഥിങ് ഇൻ മ്യൂസിക്. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്നു, നമ്മളത് എങ്ങനെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിന്റെ മുകളിലാണ് എല്ലാ കാര്യങ്ങളും. കാര്യങ്ങളുള്ളത്. അപ്പോൾ അതാണ് ഇതിന്റെ ടെക്നിക്കൽ പാർട്ട്. പിന്നെ നമ്മുടെ സ്റ്റഡി എന്ന് പറഞ്ഞ അക്കാഡമിക് എന്ന് പറഞ്ഞ ഒരു പോർഷൻ അതാണ്. ബാക്കി നമ്മുടെ പാഷൻ തന്നെയാണ്. നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ പാഷനും നമ്മുടെ ലിസണിങ്ങുമാണ്. ഇപ്പൊ നമ്മള് കർണാട്ടിക്കിലൊക്കെ വരുമ്പോ ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഒരു ക്ലാസിക്കൽ മ്യൂസിക് ഫോം എന്ന രീതിയിൽ കർണാട്ടിക് എല്ലാ ആളുകളുടെ ഇടയിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും. എന്താ വെച്ച് കഴിഞ്ഞാല് അതിന് കാരണം അറിയില്ല. മേ ബി ട്രെയിനിങ് കിട്ടുന്ന ആളുകൾക്കായിരിക്കും കുറച്ച് കൂടുതൽ അതിനെ കൺസീവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതായിരിക്കാം ഒരു റീസൺ. അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിലും അതിലൊരു ലൈറ്റ് വേർഷൻ ആയിട്ട് നമുക്ക് ഭജൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് ഏത് നാട്ടുമ്പുറത്ത് പോയാലും ഏത് നഗരത്തിലെത്തിയാലും കേൾക്കുമ്പോഴല്ലെങ്കിൽ കൃഷ്ണ നീ ബേഗൻ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും, ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്നത്തവം ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമ്മള് ഒരു ലൈറ്റ് വേർഷൻ എന്ന രീതിയിൽ ഗസൽസിനെ എനിക്ക് തോന്നുന്നു ഒരു ഹോൾ വേൾഡ് തന്നെ അതിനെ കണക്ട് ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കരമായി പറ്റുന്ന ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ വളരെയധികം കൊല്ലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അതുണ്ട്. അത് മ്യൂസിക്കൽ ബ്യൂട്ടി തന്നെയാണ്. പക്ഷേ ഗസൽസ് ബേസിക്കലി ഉറുദു പോയട്രീസ് ആണ്. അതെ. അപ്പോൾ അതിന്റെ മ്യൂസിക്കൽ എലമെന്റിനെക്കാളും കൂടുതൽ അതിന്റെ പോയറ്റിക് എലമെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ബട്ട് സ്റ്റിൽ അത് ബേസ് ചെയ്തിരിക്കുന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിലാണ്. അത് കമ്പോസ് ചെയ്തത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ രാഗങ്ങളിലാണ് കമ്പോസ് ചെയ്യപ്പെടുന്നത്. മലയാളത്തില് ഗസൽസ് ഇപ്പൊ ആളുകൾ ചെയ്യുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥാനി രാഗങ്ങളെ ചൂസ് ചെയ്തിട്ടാണ് കൂടുതലും ചെയ്യുക. അതെ അതെ അതെ. ഇപ്പോൾ നമ്മൾ മുംബൈ സാബിന്റെ ഒക്കെ കേൾക്കുകയാണെങ്കിൽ അതിൽ നല്ലോണം അതിന്റെ ഇൻസ്പിറേഷൻ ഉണ്ട് രാഗങ്ങളുടെയും. അതെ അതെ യെസ്. അപ്പൊ അതിന്റെ ആ മ്യൂസിക്കൽ ബ്യൂട്ടി തന്നെയാണ് കണക്ട് ചെയ്യുന്നത് ഫസ്റ്റ്ലി. ബിക്കോസ് ഉറുദു പോയിട്രി ഇപ്പൊ പെട്ടെന്ന് നമുക്ക് അതിന്റെ ഓതന്റിക് സ്ഥലത്ത് നിന്ന് നമുക്ക് അങ്ങനെ പഠിക്കാനുള്ള ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു വരില്ല. അല്ലെങ്കിൽ ഒരു ശരാശരി ഒരു ലിസണറിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉറുദു അറിയണമെന്നില്ല. അപ്പൊ അവരെ അട്രാക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് മേ ബി അതിന്റെ മ്യൂസിക്കൽ എലമെന്റ് ആയിരിക്കാം, ആ രാഗത്തിന്റെ ബ്യൂട്ടി ആയിരിക്കാം, ആ ഫ്രേസസിന്റെ ബ്യൂട്ടി ആയിരിക്കാം. അപ്പോൾ അതായിരിക്കാം പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഗസൽസിന്റെ. നമ്മള് പറയുകയാണെങ്കിൽ ഒരു അധികം ടെക്നോളജി ഒന്നും ഭയങ്കരമായി വളരാത്ത ഒരു പീരീഡിലാണ് ഇപ്പോ ഒരു 1952-ലൊക്കെയാണ് നമ്മുടെ മേധി സാബൊക്കെ റേഡിയോ പാകിസ്ഥാനിയിലൊക്കെ പാടി. അതായത് ആ ഒരു ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഗസൽസ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം വൈഡ് സ്പ്രെഡ് ആവുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു സിംഗിങ് സ്റ്റൈലും കൂടുതലും ഇപ്പം എനിക്ക് ഗസൽ കേട്ടറിവ് മാത്രമേ ഉള്ളൂ, ഞാൻ അതിൽ ട്രെയിൻഡ് അല്ല. പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ വോയിസിലുള്ള ക്വാളിറ്റി ഒരു മെസ്മറൈസിങ് ആയിട്ടുള്ള ഒരു അതാണ്. പിന്നെ അതേപോലെ തന്നെ കണക്ഷൻ ഉണ്ടല്ലോ, അതായത് ത്രൂ ഔട്ട് ഈ ഒരു സോങ്ങിനെ ബ്രേക്ക് ഒന്നും ഫീൽ ചെയ്യില്ല, എവിടെ ശ്വാസം എടുക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. ദാറ്റ് മച്ച് ആ ഒരു മ്യൂസിക് ത്രൂ ഔട്ട് കണക്റ്റഡ് ആയിട്ട് അത്രയും കംപ്ലീറ്റ് ന്യൂൻസസ് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പാടുന്ന ഒരു മെത്തഡാണ്. നമുക്ക് മെല്ലെ മേധി സാബിന്റെ ഗസലിലേക്ക് പോയാലോ? മേധി സാബ് ഞാൻ ആക്ച്വലി ഗസൽസ് കേൾക്കാൻ തുടങ്ങുന്നത് ഹരിജിയാണ് എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. 70s ആൾക്കാരൊക്കെ കോളേജില് ഈ മേധി സാബിന്റെ ഗസൽസ് ആണ് പ്രണയിക്കാനും. ഇനിയിപ്പോ അത്
ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമൊക്കെ ഉണ്ടല്ലോ. അതെ അതെ അതൊക്കെ എനിക്ക് തോന്നുന്നു ആളുകൾ കൂടുതലും ഈ ഗസലിനെ കൂട്ടുപിടിച്ചാണ് ഈ ഒരു സിറ്റുവേഷനെ അതിജീവിച്ചു കറക്റ്റ് വരുന്നത്. കറക്റ്റ് അതെ അത് വലിയ കാര്യമാണ്, ഡെഫിനറ്റ്ലി ഒരു അതെ ഹീലിംഗ് പ്രോസസ് ആണല്ലോ. ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മള് ഇപ്പൊ എനിക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗസൽസിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഹരിഹരൻ സാറിനെ കേട്ടിട്ട് തന്നെയാണ്. പിന്നെയാണ് നമ്മൾ മെഹദി സാബിലേക്ക് വരുന്നത്. എത്തുന്നത്. ആ. അപ്പോൾ അത് ആ ഒരു ജേർണി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബിക്കോസ് ഹരിജിയുടെ തന്നെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മെഹദി സാബാണ്. മെഹ്സബാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മെഹദി സാബിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കുമ്പോഴാണ് അത് ആ ഒരു ഡിവിനിറ്റി, ആ ഒരു ഇറ്റ് ഈസ് മച്ച് ബിയോണ്ട് ദ ടെക്നിക്കാലിറ്റീസ് ഓഫ് മ്യൂസിക്. അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അവിടെ ചിന്തയൊക്കെ ബ്ലോക്ക് ആവും. മെഹദി സാബിന്റെ ശബ്ദവും ആ ഒരു റെൻഡിഷനും എല്ലാം. അപ്പോൾ ആസ് എ മ്യൂസിഷ്യൻ നമുക്കത് പിന്നെ അവിടെ സംസാരവും തോട്ട് പ്രോസസ് ഒക്കെ അവിടെ നിന്നു പോകും. അതാണ് മെഹദി സാബിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമുക്ക്. അപ്പോൾ കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു നല്ല അസോസിയേഷൻ ഓഫ് മ്യൂസീഷ്യൻസും ഇത്രയും ക്ലോസ്ലി ഗസൽസ് ഫോളോ ചെയ്യുന്ന ഒരു നല്ലൊരു കൂട്ടായ്മ ഉണ്ട് ഇവിടെ. ഇപ്പോൾ വീത്രാഗേട്ടനാണെങ്കിലും നമ്മുടെ കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ആബ്സല്യൂട്ട്ലി അങ്ങനെ കുറച്ച് നമുക്ക് അവരും നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയ ഗസൽസിലേക്ക് നമ്മളെ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു കൾച്ചർ പോലെ തന്നെ നമുക്കത് ഇവിടെ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ചർച്ചയും അതെങ്ങനെ ആസ്വദിക്കണം എന്നുള്ളൊരു എന്താ പറയാ, ഇത് നമ്മൾ ചെറിയ രീതിയിൽ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. മെഹദി സാബിന്റെ കോമ്പോസിഷൻസിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ലൈക്ക് രാഗ ബേസ്ഡ് ആയിരിക്കും കംപ്ലീറ്റ്ലി. അതില് പുള്ളിയുടെ ലൈവ് പെർഫോമൻസസ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുകയാണെങ്കിൽ തന്നെ ആ രാഗം ആദ്യം ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് പുള്ളി പാടുന്നത്. അപ്പോൾ അത്രയും അധികം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള എലമെന്റും അതേസമയം ഈ പോയറ്റിക് ബ്യൂട്ടിയും രണ്ടും കൂടിയും അത്രയും അധികം ബ്ലെൻഡഡ് ആയിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് ഹിസ് റെൻഡിഷൻ സ്റ്റൈൽ. അതെ 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 അതെ. അപ്പോൾ പിന്നെ പുള്ളിയുടെ ഡിവൈൻ ആയിട്ടുള്ള വോയിസ് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ എന്താ പറയാ, ഗസലിന്റെ ഒരു എംപറർ ഇങ്ങനെ അതിനുശേഷം ഒരുപാട് ഗസൽസ് സംഭവിക്കുന്നുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ. പക്ഷെ എല്ലാം വേറെ വേറെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഹരിജി എടുത്തു കഴിഞ്ഞാൽ അത് വേറെ സ്കൂളാണ്. ഇപ്പൊ ഗുലാം അലി സാബിനെ എടുത്ത് നമ്മൾക്ക് ഇവരെ ഇതെല്ലാം വേറെ വേറെ തന്നെ വെച്ചിങ്ങനെ ആരാധിക്കാം. അതന്നെ അത്. ഇത് കേദാർ എന്ന് പറഞ്ഞ രാഗത്തില് പുള്ളി ഓൾമോസ്റ്റ് അത് എന്തായാലും ലൈറ്റ് ഗസൽസ് ആണെങ്കിലും ഒരിക്കലും ഒരു പ്യുവർ രാഗ സ്ട്രക്ചറിലായിരിക്കില്ല, അതിൻ്റെതായിട്ടുള്ള ചെറിയ മിക്സസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് അതെ ഡെഫിനറ്റ്ലി അതെ. അപ്പോൾ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷണൽ സ്ട്രക്ചർ ആയിരിക്കില്ല രാഗത്തിൽ. ഇപ്പോൾ മെഹദി സാബിന്റെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള, അതായത് ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലല്ലാണ്ട് ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് ഒരു വേൾഡ് വൈഡ് ഒക്കെ എന്താ സ്പ്രെഡ് ആയിട്ടുള്ള, എല്ലാവരും അംഗീകരിച്ച അല്ലെങ്കിൽ പാടി നടന്ന കുറെ ഗസൽസ് ഉണ്ടല്ലോ, അതൊന്ന് പാടിയാൽ വളരെ സന്തോഷമായിരിക്കും.
फिर से मुझे छोड़ के जाने के लिए फिर से मुझे छोड़ के जाने के लिए रंजिशी दिल ही दुखाने लिए रंजिशी से फिर से मुझे छोड़ के जाने के लिए फिर से मुझे छोड़ के जाने के लिए रंजिश सही माना के मोहब्बत का छुपाना है मोहब्बत माना के मोहब्बत का छुपाना है मोहब्बत निदा मगरे गरे निदा निदा गरे गमद निदा पमग पमद पा माना के मोहब्बत का छुपाना है मोहब्बत माना के मोहब्बत का छुपाना है मोहब्बत तू भी तो किसी रोज जताने के लिए तू भी तो किसी रोज जताने के लिए रंजिशी से दिल ही दुखाने के लिए रंजिशी सही ബട്ടർ മെൽറ്റ് ചെയ്യുന്ന ഫീലാണ് ഇത് കേൾക്കുന്നത്. കോമ്പോസിഷന്റെ അത് എത്ര കേട്ടാലും അതെ മതിയാവില്ല. ഡെഫിനറ്റ്ലി എങ്ങനെ കേട്ട് പിന്നെ കഴിഞ്ഞാൽ ഗസൽസിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു അത് ഓഫർ ചെയ്യുന്നൊരു ഫ്രീഡം ഉണ്ടല്ലോ. അത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ആ ഒരു എലമെൻറ്റ് അത്രയധികം അത് വെക്കുന്നുണ്ട് മുമ്പിലേക്ക്. ഏറ്റവും വലിയൊരു ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഇംപ്രൊവൈസേഷനാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഇംപ്രൊവൈസ് ചെയ്യാനുള്ളൊരു അതാണ് അതിൻ്റെ ബേസിക് ക്യാരക്ടർ തന്നെ. അപ്പോൾ അത് ഗസലിലും അതേപോലെ തന്നെയാണ്. പക്ഷേ ഗസലിൽ അത് വരുമ്പോൾ അതിൻ്റെ ആ പോയറ്റിക് ബ്യൂട്ടിക്ക് അനുസരിച്ചാണ് ആ ഇംപ്രൊവൈസേഷൻ വരുന്നത്. പക്ഷെ അത് ഇംപ്രൊവൈസ് ചെയ്യാനും നമ്മൾ വിചാരിക്കും അത് അത്രയും ഈസിയാണെന്ന്. പക്ഷേ അത്രയധികം ഗ്രാസ് റൂട്ടഡ് ലെവൽ ഓഫ് നോളജും ട്രെയിനിങ്ങും ഖയാലിൽ വേണം. എന്നാലേ അതിൻ്റെ കറക്റ്റ് ആ ബ്യൂട്ടിയിൽ ആ രാഗത്തിൻ്റെ അനുസരിച്ച് നമുക്കത് ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റും. അത് ചോദിച്ചത് അത് നമ്മളിപ്പോൾ ഒരു കോമ്പോസിഷൻ അനുസരിച്ച് ഇംപ്രൊവൈസ് ചെയ്യുന്ന നമ്മൾ ഫിക്സ് ചെയ്ത് ഇംപ്രൊവൈസേഷൻ ആണെങ്കിൽ ഇല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൃതി കർണാട്ടിക്കിൽ എടുക്കുകയാണെങ്കിലും പല കൃതി പല രീതിയിലാണ് നമ്മളതിന് രാഗം
വിസ്തരിച്ച് അതെ പാടുന്നത്. അതെ പക്ഷേ ഒരു കർണാട്ടിക്കിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അതിൽ ഒരു രാഗത്തിൻ്റെ സ്വഭാവം എന്താണോ അത് കൊടുക്കുന്ന കൂടുതൽ ഫ്രേസസ് അപ്ലൈ ചെയ്തു എന്നും വരാം. പക്ഷേ ഇതിലൊരു കാര്യം എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ ആ സോങ്ങിനുമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന കൈൻഡ് ഓഫ് ഇംപ്രവൈസേഷൻ ആണ് കൊടുക്കുന്നത്. വ്യത്യാസമില്ല രണ്ടും തമ്മിൽ. ആ ഒരു ഇത് അത് ഫസ്റ്റ്ലി നമ്മൾ അത് കൂടുതൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ്. ഒന്നാമത് നമ്മുടെ കേൾവി, ഇപ്പോൾ ഈ ലെജൻസിന്റെ ഓരോ വേർഷൻസ് എടുത്ത് നോക്കിയാലും അവർ ഒരു ഗസൽ ഒരു സ്റ്റേജിലും ഒരേപോലെ അല്ല പാടുന്നത്, എല്ലാ വേർഷൻസും വേറെയാണ്. അത് ഇമാജിനേഷനാണ്. ബേസിക്കലി ഇറ്റ് ഈസ് ബേസിക്കലി ലൈക്ക് എ കോൺവെർസേഷൻ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബിലവഡ് അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരുമായിട്ടും നമ്മളിപ്പോൾ കൺവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അത് ഓർത്തിട്ടല്ലല്ലോ ഓരോ സെൻറ്റൻസും പറയുന്നതോ, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ അങ്ങനെയല്ല. അതേപോലെ തന്നെയാണിതും. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ലൈക്ക് സ്പീക്കിംഗ്. അപ്പോൾ അത് പക്ഷേ അതിന് നമുക്ക് വൊക്കാബുലറി സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് പറയാനുള്ള വേർഡ്സ് തന്നെയാണ് ഇപ്പോൾ രാഗത്തിനുള്ള നോളജ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതാണ്. അപ്പോൾ ആ രാഗത്തിനോടുള്ള നമ്മുടെ ഒരു ഗ്രിപ്പും അത് നമ്മളെങ്ങനെ ആ പോയറ്റിക് എലമെൻറ്റ് മനസ്സിലാക്കി ഇംപ്രവൈസ് ചെയ്യുന്നോ അങ്ങനെയാണ് ആ ഒരു ബ്ലെൻഡ് വരുന്നത് ബേസിക്കലി. പക്ഷേ അതിന് കുറേ എക്സ്പീരിയൻസും അതിൻ്റെ അത്രയും ഡെപ്തിലുള്ള കേൾവിയും വേണം, എന്നാലേ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ പറ്റുള്ളൂ. നമ്മൾ പറയുമ്പോൾ ഗസൽസ് വരുമ്പം കുറച്ച് ലൈറ്റ് വേർഷൻ ആണ് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇല്ല ഒരിക്കലും. ലൈറ്റ് വേർഷൻ ആകുമ്പോഴാണ് അത് കൂടുതൽ ഡിഫിക്കൽട്ട് ആവുന്നത്. എന്ന് വെച്ചാൽ ആ ഇംപ്രവൈസേഷൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണമല്ലോ. അപ്പോൾ അൺനെസസറി ആയിട്ട് ഇംപ്രവൈസ് ചെയ്താൽ നമുക്കത് ചെവിയിൽ നമുക്കത് ഒരു ലിസണറിന് അത് തോന്നും. അതേസമയം അത് ബ്യൂട്ടിഫുള്ളി എങ്ങനെ നമ്മൾ ഇംപ്രവൈസ് ചെയ്തിട്ട് ആ ഒരു പറയുന്ന ഷെയർ അല്ലെങ്കിൽ ആ പോയിട്രിക്ക് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നോ അതിലാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി കിടക്കുന്നത്. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അത് ഡെഫിനറ്റ്ലി വിത്ത് പ്രാക്ടീസ് ആൻഡ് അതിലേക്കൊരു ഇൻവോൾവ്മെൻറ്റ് ആദ്യം വരണം. നമുക്ക് ഗസൽ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു സബ്ജക്റ്റായിട്ട് കാണാണ്ട് നമുക്ക് അതിനോടൊരു ഇഷ്ടം ആദ്യം വരണം. ഇപ്പോൾ ഈവൻ ഗസലിൽ അക്കമ്പനി ചെയ്യുന്ന തബ്ല പ്ലെയറിനാണെങ്കിലും അല്ലെങ്കിൽ ഹാർമോണിയം വായിക്കുന്ന ആളാണെങ്കിലും ഈ ഗസൽ വായിക്കുമ്പോൾ നമ്മൾ അക്കമ്പനി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അക്കമ്പനിമെൻറ്റ് സ്റ്റൈൽ തന്നെ വേറെയാണ്. അപ്പോൾ അതിന് ഫസ്റ്റ്ലി നമ്മൾ അവർ വായിക്കുന്നവർക്കും ഗസലിനോടൊരു ഇൻട്രസ്റ്റ് വേണം. മനസ്സിലായില്ലേ? ഇപ്പോൾ അത്രയധികം ക്ലാസിക്കലി വായിക്കുന്ന ഒരു തബ്ല പ്ലെയർ ചിലപ്പോൾ ഗസലിൻ്റെ അക്കമ്പനിമെൻറ്റ് അധികം ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ പക്ഷേ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് മ്യൂസിഷ്യൻസ് തമ്മിൽ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ബേസിസ് കിടക്കുന്നത് അതിൻ്റെ കേൾവിയും അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. താല്പര്യമാണ് മെയിൻ. അതെ. അപ്പോൾ നമ്മൾ എത്ര കേൾക്കുന്നോ അതിൻ്റെ ആ ഒരു ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ തുടങ്ങും. അതെ. ഇപ്പം ഹരിജിയൊക്കെ ചില കോൺവെർസേഷൻസ് ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ആദ്യം നമ്മളതിനെ പഠിക്കുക, നന്നായി പഠിക്കുക, നോളജ് ഉണ്ടാക്കുക. ദെൻ നമ്മൾ ആദ്യം അതിനെ വേണ്ട വിധം കൺസീവ് ചെയ്യുക. അതിനുശേഷം ഒരിക്കലും നമ്മൾ ഒരു പെർഫോമർ എന്ന രീതിയിലല്ല, നമ്മൾ അത് ആസ്വദിച്ച് ചെയ്യുക. ശേഷമാണ് ബാക്കിയൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ ഗസൽസിലൂടെ തന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നും നമ്മൾ തീരില്ല. അതുപോലെ ഉണ്ട്. ഇപ്പോൾ മേധി സാബിൻ്റെ സ്റ്റൈലുമായിട്ട് വളരെ ഡിഫറൻസ് ഉള്ള, എന്നാൽ നമുക്ക് ഒരു കേൾവിക്കാരനെ സംബന്ധിച്ച് ക്ലാസിക്കൽ എലമെന്റ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ല എന്ന് ഫീൽ ചെയ്യുന്ന എന്താണ് ഗുലാം അലി ഗസൽസ് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ക്ലാസിക്കൽ ഡിഫറൻസ് വരുന്നത്. ഡിഫറൻസ് അല്ലാതെ എന്ന് വെച്ചാൽ ഇത് രണ്ടും വേറെ ഒരു എന്ന് പറഞ്ഞാൽ ജെംസ് ആണ് രണ്ടുപേരും. എന്ന് പറഞ്ഞാൽ രണ്ട് പില്ലേഴ്സ് ആണ് ഗസൽ. ഗുലാം അലി സാബ് എന്ന് പറഞ്ഞ ഒരു ലിവിങ് ലെജൻഡിനെക്കാളും മുകളിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഇനിയൊരു വാക്കുകളില്ല പുള്ളിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഐ മീൻ അങ്ങനെ വി ആർ നോബഡി ടു ഈവൻ ടോക്ക് അബൌട്ട് ഹിം ബിക്കോസ് ഹി ഈസ് സച്ച് എ ലെജൻഡ് ആൻഡ് ഹി ഈസ് സച്ച് എ ജീനിയസ്. ഗുലാം അലി സാബിൻ്റെ പ്രത്യേകത ഫസ്റ്റ്ലി പുള്ളിയുടെ മ്യൂസിക്കാലിറ്റിയാണ്. പുള്ളിയുടെ സ്ട്രോങ് കോർ ട്രെയിനിങ് ഉണ്ടായിട്ടും പുള്ളിയുടേതായിട്ടുള്ളൊരു ശൈലി പുള്ളി ഗസലിൽ ഉണ്ടാക്കി. അത് മേധി സാബ് ഉള്ള ഒരു ടൈം പീരീഡിൽ തന്നെ ആ ഒരു സമയം കൊണ്ട് ഡെഫിനറ്റ്ലി അതെ. അപ്പോൾ അത്രയും വലിയൊരു ലെജൻഡ് നിൽക്കുന്ന സമയത്ത് തന്നെ വേറിട്ടൊരു ചിന്താഗതിയിൽ പുള്ളിയുടേതായിട്ടുള്ള ഒരു ഡിസൈനിൽ പുള്ളി ഗസൽസ് കമ്പോസ് ചെയ്യാൻ തുടങ്ങിയതും അത് ആൻഡ് ഇറ്റ് ഗോട്ട് സോ ഫേമസ് ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് ലവിങ് ഇറ്റ്. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ജീനിയസ് ഒരു ക്യാരക്ടർ, ഐ മീൻ പുള്ളിയുടെ ഒരു മ്യൂസിക്കാലിറ്റി തന്നെയാണ്. സോ പട്ടിയാല സ്റ്റൈലിൽ ആണ് പുള്ളിയുടെ ട്രെയിനിങ്. ഉസ്താദ് ബർക്കത്ത് അലി ഖാൻ, ഉസ്താദ് മുബാറക് അലി ഖാൻ,
പുള്ളിയുടെ ഗുരുക്കന്മാരാണിത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു സ്റ്റൈലിലാണ് പുള്ളിയുടെ പക്ക ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഖയാൽ മ്യൂസിക്കിൽ ട്രെയിനിങ് ഉള്ള ഒരു വ്യക്തിയാണ്. തബ്ല വായിക്കാൻ അത്രയധികം ട്രെയിനിങ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും ക്ലാസിക്കലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ തന്നെയാണ് ഗുലാം അലി സാബ്. മെഹദി ഹസൻ സാബിന്റെ പോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ കോർ ക്ലാസിക്കൽ നോളജ് ആണ്, കോർ ക്ലാസിക്കൽ ട്രെയിനിങ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അവർ ദേ ഹാവ് സ്പെൻഡ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് ട്രെയിനിങ്. മനസ്സിലായില്ലേ, നമ്മളിപ്പോൾ കാണുന്ന പെർഫോമൻസ് ലെവലിൽ നിൽക്കുന്ന ഇവരുടെ ലൈഫും ഇവരുടെ ട്രെയിനിങ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും ഭീകരമായിട്ട് സ്ട്രോങ് തന്നെയാണ്. മനസ്സിലായില്ലേ. അപ്പോൾ ഒരു 30-40 ഇയേഴ്സിൻ്റെ അത്രയും ട്രെയിനിങ്ങും ഹാർഡ് കോർ പ്രാക്ടീസും ഇതിനെപ്പറ്റി ആരും സംസാരിക്കാറില്ല ബേസിക്കലി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു റൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ അവരുടെ ടാലൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ട് ഡെഫിനറ്റ്ലി, പക്ഷെ അതിനേക്കാളും കൂടുതൽ അത്രയും ഡെഡിക്കേഷനും അത്രയും അധികം പ്രാക്ടീസും ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ രീതിയിൽ അത് വേറിട്ട് ചിന്തിക്കാൻ പറ്റിയത്, അവരുടെ തരം ശൈലി ഉണ്ടാക്കാൻ പറ്റിയത്. മനസ്സിലായില്ലേ. ഗുലാം അലി സാബിൻ്റെ വോക്കൽ എന്താ ഈ പറയാ മാഗ്നിഫിസൻസ് എന്ന് പറയാം വേണമെങ്കിൽ, അത് എന്താ നമ്മളെ അധികം ഇപ്പോൾ മെഹദി സാബിൻ്റെ കേൾക്കുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ആവാറാണ് പറയുന്നത്. പക്ഷെ ഗുലാം അലി സാബിനെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് എന്താ പറയുക, നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം ആദ്യം വരും. സെക്കൻഡ്ലി ഇത് എന്താണ് പുള്ളി ചെയ്തത്, എങ്ങനെയാണ് ഈ ഒരു സംഭവം പുള്ളി ചെയ്തത്, അല്ലെങ്കിൽ ഓരോ ഫ്രേസസ് പാടുമ്പോൾ പുള്ളിയുടെ കോമ്പോസിഷൻസിന് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാം അല്ല, ചെറിയ ലൈറ്റ് ഗസൽസും ഉണ്ട്. പക്ഷേ പുള്ളിയുടെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറേ ഗസൽസിലെല്ലാം പുള്ളിയുടെ ആ ഒരു ബ്രില്യൻസ് എങ്ങനെയാണ് കൊണ്ടുവന്നത് നമ്മളെ ഇരുന്ന് ചിന്തിപ്പിച്ച് കളയും മ്യൂസിക്കിൻ്റെ ഒരു സ്റ്റുഡൻറ്റിന്, ഒരു ബേസിക്കലി ഒരു മ്യൂസിക്കിൻ്റെ സ്റ്റുഡൻറ്റിന്. അത് മാത്രമല്ല പുള്ളി എങ്ങനെയാണ് അതിനെ ഇംപ്രവൈസ് ചെയ്യുന്നതും ഒരു സിംഗറിന്, ഏതൊരു സിംഗറിനും അവരുടേതായിട്ടുള്ളൊരു വേണമെങ്കിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഗസൽ കോമ്പോസിഷൻസ് ആണ്. ഇതിൻ്റെ പോയറ്റിക് ബ്യൂട്ടിയൊക്കെ വേറെ സൈഡിൽ നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതിൻ്റെ വോക്കൽ സംഭവം ആ ഒരു സബ്ജക്റ്റ് വൈസ് സംസാരിക്കുകയാണെങ്കിൽ പുള്ളി ഓഫ്കോഴ്സ് പുള്ളിയുടേതായിട്ടുള്ള വെർഷൻ എല്ലാം എപ്പോഴും പാടാറുണ്ട്. പക്ഷെ പുള്ളിയുടെ അഡീഷൻസ്, പുള്ളിയുടെ ബ്യൂട്ടിഫിക്കേഷൻ, അതൊക്കെ നമ്മളെ ഇരുന്ന് ചിന്തിപ്പിക്കും. പുള്ളി ഇപ്പം എന്താ ചെയ്തത് എന്നുള്ളൊരു സാധനം നമ്മളെ, അങ്ങനത്തെ ഒരു മ്യൂസീഷ്യനാണ് ഗുലാം അലി സാബ്. അത്രയധികം ഇൻസ്പയറിംഗ് ആണ്. അത് പുള്ളി നോൺ മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒന്നും മ്യൂസിക് പഠിച്ചിട്ടേ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഒന്നുമില്ല, പക്ഷെ ഇവർ ആസ്വദിക്കുന്ന മെത്തഡ് കണ്ടു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്, അവിടെയാണ് ആ ബ്രില്യൻസ്. നമ്മൾ ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ പുള്ളിയുടെ ഏത് കോമ്പോസിഷൻ, ഇപ്പോൾ മെഹദി സാബിൻ്റെ ആണെങ്കിലും മ്യൂസിക്കലി അക്കാഡമിക്കലി നമുക്ക് എടുത്ത് പഠിക്കാനായിട്ട് അത്രയധികം ടെക്നിക്കൽ ആസ്പെക്റ്റ് ഉണ്ടായിട്ടും കോമ്പോസിഷൻ്റെ ബ്യൂട്ടി ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഇറ്റ് ക്യാൻ ടച്ച് എനി നോൺ മ്യൂസിക്, ഇപ്പോൾ അങ്ങനെ മ്യൂസിക് പഠിക്കാത്തവരെ ഏതൊരു ലിസണറിനെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു കോമ്പോസിഷണൽ ബ്രില്യൻസും അതിലുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ, അവരെ ലെജൻഡ് എന്ന് അറിയപ്പെടുന്നത് ബിക്കോസ് ഓഫ് ദിസ് റീസൺ ദാറ്റ് ഇറ്റ് ഹാസ് ബോത്ത് ദി ടെക്നിക്കൽ കംപ്ലീറ്റ് ടെക്നിക്കൽ ബ്രില്യൻസ് ഉണ്ടാവണതിനേക്കാളും കൂടുതൽ അത് ഏതൊരു ശരാശരി ലിസണറിൻ്റെയും ഹാർട്ട് ടച്ചിങ് ആയിട്ട് അത് ആ ഒരു കോമ്പോസിഷന് ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതാണ് അവരുടെ ബ്രില്യൻസ്. എനിക്ക് വാക്കുകൾ റിയല്ല, വാക്കുകൾ എന്താ പറയുക, അവര് വളരെ ഒരു കാറ്റൊക്കെ തലോടുന്ന പോലെ ആ ഒരു അതാണ്. അതെ, എന്തായാലും നമുക്ക് മതി വരില്ല. അത് ആസ്വദിച്ചുകൊണ്ടിരിക്കും നമ്മൾ. പക്ഷെ അതിൽ നമ്മൾ മ്യൂസിക്കൽ എലമെന്റ് നോക്കുകയാണെങ്കിൽ അത്രയധികം ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരുന്നു എല്ലാ പാട്ടുകൾക്കും. അതെ. ഇപ്പോൾ ഗുലാം അലി സാബിന്റെ നമ്മളൊരു കോൺസെർട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് കൂടുതലും ഇംപ്രൊവൈസേഷനൊക്കെ ധാരാളം ചെയ്യും, ഒരുപാട് ചെയ്യും. പക്ഷെ ഈ ഇംപ്രൊവൈസേഷനാണ് ഭയങ്കരമായിട്ട് ആസ്വദിക്കും ആള്. അത് വല്ലാതെ ആസ്വദിക്കാൻ പറ്റും നമുക്ക്. അത് പുള്ളിയുടെ ഒരു ഡിസൈൻ ആണത്. അത് പുള്ളി അത്രയും ബ്രില്യൻ്റ് ആണ് പുള്ളിയുടെ രാഗത്തിനെ പറ്റിയൊക്കെ സംസാരിച്ച്. നമുക്ക് ഒരിക്കലും അത് ഇത് കുറച്ച് അക്കാഡമിക് ആയിപ്പോയോ എന്ന് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഞാൻ അതാ പറഞ്ഞു വന്നത്. അത് പുള്ളിയുടെ ഓഫ്കോഴ്സ് ആ ഒരു എന്താ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പുള്ളിയുടെ ഒരു ട്രെയിനിങ്ങും പിന്നെ പുള്ളിയുടെ എക്സ്പീരിയൻസും പിന്നെ പുള്ളിയുടെ റിസർച്ച് തന്നെയാണ് ബേസിക്കലി. അതെ. കോമ്പോസിഷൻസ് വളരെ ടഫായിട്ടുള്ള കോമ്പോസിഷൻസ് ഉണ്ട് ഗുലാം അലി സാബിന്റെ, പക്ഷേ ലിസണേഴ്സിന് ഇഷ്ടമാണ് അത്. എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് പുള്ളി അതിനെ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്നത്. പ്രസന്റേഷൻ ഇസ് ഓൾസോ എ ബിഗ് ഫാക്ടർ ബേസിക്കലി. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ബ്രില്യൻസ് ആണ്. നമുക്ക് അറിയില്ല അത് എങ്ങനെയാണ്. നമ്മളിപ്പോഴും എല്ലാ ദിവസവും ചില സമയത്ത് യൂട്യൂബിലൊക്കെ ഇപ്പോഴും പഴയ റെയർ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇതേ പാട്ടുകൾ നമ്മളൊരു 1000-5000 തവണ കേട്ട് കഴിഞ്ഞാൽ കുറേ പാട്ടുകളുണ്ട്. ചില വേറെ വെർഷൻ ചിലപ്പോൾ വരുമ്പോൾ ആദ്യമായിട്ട് ആ പാട്ട് കേൾക്കണ പോലെ ഫീൽ ചെയ്യും. അതാണ് അവരുടെ ബ്രില്യൻസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ
മ്യൂസിക് ഹാസ് നോ ബൗണ്ടറീസ്, മനസ്സിലായില്ലേ? എന്തിനെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാൻ ഒരു ലിബർട്ടി തരുന്നതാണ് മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ രഞ്ജിഷി സഹി എന്ന് പറയുന്ന കോമ്പോസിഷൻ ഒരു 1,00,000 പ്രാവശ്യമെങ്കിലും നമ്മളെല്ലാവരും കേട്ടിട്ടുമുണ്ട്, പാടിയിട്ടും എല്ലാം. പക്ഷേ ഓരോ തവണ നമുക്ക് എങ്ങനെയാണോ അതിന് നമ്മളത് പാടുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ഓരോ തവണ ഓരോ സിറ്റുവേഷനിലും, അതാണ് ബേസിക്കലി നമ്മളെ മീൻസ് അതിൻ്റെ ഒരു സംഭവം അവിടെയാണ് കിടക്കുന്നത്. അങ്ങനെ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ പറ്റണം. അപ്പോൾ നമ്മളൊരു പഠിച്ചിട്ടുള്ളൊരു രീതിക്ക് മാത്രമല്ല, നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റണം അതിൻ്റെ ഒരു കറക്റ്റ് മ്യൂസിക്കൽ വേയിൽ. നമുക്ക് ഒരു ഗുലാം അലി സാബിന്റെ ഒരു ഗസലിലേക്ക് പോയാലോ? ഗുലാം അലി സാബ് തൊണ്ടയുടെ പ്രശ്നം എനിക്ക് അറിയാം, അതുകൊണ്ട് ഫുൾ ഒരു ഗസൽ അങ്ങനെ പാടാനൊന്നും ഞാൻ നോക്കാം. എനിക്കൊരു ഫേവറേറ്റ് ആണ്. പിടിക്കൊന്നുമില്ല. तस्वीर को आँखों से लगाता क्या है, अपनी तस्वीर को आँखों से लगाता क्या मेरी तरफ भी तेरा जाता क्या है, अपनी तस्वीर को आँखों से लगाता क्या मेरी रुसवाई मेरी रुसवाई रुसवाई मेरी रुसवाई 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 मेरी रुसवाई में भी है बराबर के शरीक। मेरी रुसवाई 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 रुसवाई
रुसवाई में वो भी है बराबर के शरीर। किसे मेरे यारों को पता क्या है, किसे मेरे यारों को पता क्या है। एक नजर मेरी तरफ भी तेरा जाता क्या है। तस्वीर को आँखों से लगाता क्या